ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. കേടുവരാതെ എത്ര കാലം വേണമെങ്കിലും ഇരിക്കുന്ന അടിപൊളി ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ നമുക്ക്. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുക വെച്ചാൽ ബീഫൊക്കെയും തോനെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതുള്ളൂ. ഇക്കാട് അനിയൻ്റെ വീട്ടിലേക്ക് തോനെ ബീഫൊക്കെയും ബാലൻസ് വന്നു കേട്ടോ. ഒരു വലിയൊരു അണ്ടാവിൽ മുക്കാൽ ഭാഗം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ എല്ലാവർക്കും കൊടുത്ത് തീർക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാവിലെ ഇപ്പോൾ അവർ കുറേ കളയൊക്കെ ചെയ്തിരിക്കണം. ആ കളയെന്ന് പറഞ്ഞ് ഞാൻ ഇത്തിരി കൂടി തോനെ കൊണ്ടുവന്നായിരുന്നു ഗൈസ്. ഞാനും കട താത്താൻ്റെ മോളുണ്ടായിരുന്നു ജുനൈദ. ഞങ്ങൾക്കുള്ളതും അവൾക്കുള്ളതും ഞാൻ ആക്കി കൊടുത്തു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബീഫും കൊണ്ടും ഇങ്ങോട്ട് പോന്നിട്ട് വന്നിട്ട് ഞാൻ നന്നായിട്ട് നമ്മൾ വലിയൊരു പാൻ എടുത്തു കേട്ടോ. പാൻ എടുത്തിട്ട് ആ ബീഫ് മൊത്തത്തിൽ കൊട്ടിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു, വരട്ടിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെയും പോയി അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതല്ല, സാധാരണ ബീഫാണ് വാങ്ങിയിട്ട് നമ്മൾ അച്ചാറിന് വെച്ചാൽ ആ ബീഫിൽ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ നന്നായി വറുത്തെടുക്കുക കേട്ടോ. അപ്പോഴും ഇതേപോലെ കിട്ടും. എന്നിട്ടാണ് അച്ചാറുണ്ടാക്കി തുടങ്ങുക. ഇതിപ്പോൾ ഓൾറെഡി വെന്ത ബീഫാണല്ലോ, വരട്ടിയ ബീഫാണ്. വരട്ടുണ്ടെങ്കിൽ വെള്ളമല്ല, ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ലേ ബിരിയാണി വെള്ളം പോകുമ്പോൾ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്ന ആ പരിവാണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിരിക്കലിൻ്റെ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരുവത്തിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ട് അതിൻ്റെ വെള്ളയ്ക്ക് പറ്റി ഡ്രൈ ആക്കിയിട്ടാണ് പിന്നെ അച്ചാറിടാൻ തുടങ്ങിയത് കേട്ടോ. നമ്മുടെ അച്ചാറിൽ ബീഫിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൾഫിക്കൊക്കെ കൊടുത്തയക്കാൻ ഉണ്ടാക്കുന്നതല്ലേ, പിന്നെ കുറേ നാൾ എടുത്ത് വെക്കേണ്ടതായതുകൊണ്ട് ജസ്റ്റ് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി കളഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മുടെ റിയമോൾ വാങ്ങുന്ന ന്യൂട്ടല്ലയുടെ കുപ്പികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ചില്ലിൻ്റെ ന്യൂട്ടലിൻ്റെ കുപ്പികളിലാക്കിയത് കേട്ടോ. പിന്നെ ഒരു വലിയ ബോട്ടിലും ആക്കിയേ. എപ്പോഴും നമ്മൾ അച്ചാറൊക്കെയും ഇതേപോലെ ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് നല്ലത് കേട്ടോ. നമ്മുടെ ബീഫ് അച്ചാറിൽ അധികം മുളക് പൊടിയൊന്നും ചേർക്കണില്ല, നിറച്ച് പച്ചമുളകാണ് ചേർക്കണത് കേട്ടോ. പച്ചമുളകും അതേപോലെ കുരുമുളക് പൊടി കേട്ടോ. ജസ്റ്റ് ഒരു മുളക് പൊടി ഉണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാനുള്ള ആ ഒരു മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ തട്ടുമുള്ളിൽ കയറി നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ പൊട്ടിച്ചിട്ട് ഇറങ്ങണ സമയത്ത് ആലോചിച്ച് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ വീണ്ടും ആ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് പൊട്ടിച്ചെടുത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ പച്ച കളർ ആവണുള്ളൂ. പഴുത്ത മുളകുകൾ മൊത്തം ഞാൻ പൊട്ടിച്ചു കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മുളക് ചേട്ടയുടെ പരിവം നമ്മൾ കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ട് വീഡിയോ എടുത്തത് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനുള്ള മുളകൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇതൊന്നും തന്നെയാണ് പൊട്ടിക്കാറ്. പിന്നെ എന്താ പറയുക, ഇന്നത്തെ സമയം കഴിഞ്ഞ് കളയണ സമയത്ത് മാത്രം ഇത് പറിച്ച് കളഞ്ഞ് അടുത്ത ചെടി നടുന്ന സമയത്ത് മാത്രമേ പച്ചമുളകൊക്കെയും കടയിൽ നിന്ന് വാങ്ങാറുള്ളൂ കേട്ടോ. നല്ല അടിപൊളി നല്ല മുളകാണ്. നമ്മളന്ന് മണ്ണുത്തിൽ നിന്ന് പോയി വാങ്ങിയില്ല ചെടികൾ, അതിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയതാണ് കേട്ടോ. അങ്ങനെ നല്ല കുഴഞ്ഞ പരുവത്തിലുണ്ടായിരുന്ന നമ്മുടെ ബീഫ് വരട്ടിയത് നമ്മൾ നന്നായി ഡ്രൈ ആക്കിയിട്ട് ഇതേപോലെ ആക്കിയെടുത്തു കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണ് ഉലുവ, 2 ടീസ്പൂണ് കടുക്, 2 ടീസ്പൂണ് കുരുമുളക്, ഒരു കഷ്ണം കായം, അത്രയും നന്നായി വറുത്തു കേട്ടോ. ഞാൻ വറുക്കണതിന് പകരം നമ്മുടെ ഓവന് കുബൂസൊക്കെ ഉണ്ടാക്കി ഓഫാക്കി ഇടില്ലേ, ആ സമയത്ത് ജസ്റ്റ് വെക്കുക ചെയ്യുക കേട്ടോ. ചൂട് ഓണാവാത്ത സമയത്ത് ചൂട് ഉണ്ടാവുമല്ലോ ഓവനിൽ ഓൾറെഡി, ആ സമയത്ത് വെച്ചതുപോലെ നന്നായി ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ വറുക്കേണ്ടതിന് പകരം അങ്ങനെ ആക്കി എടുക്കുക ചെയ്തത്. അത് പിന്നെ നമ്മൾ തട്ടുമുകളിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ടുവന്ന പച്ചമുളകും നന്നായി അരിഞ്ഞു കേട്ടോ. അപ്പോൾ പച്ചമുളക് ഫുള്ള് ഞാൻ എടുത്തില്ല കേട്ടോ, തോനെ പച്ചമുളക് ഉണ്ടായിരുന്നു, കുറേ പച്ചമുളക് പൊട്ടിച്ചു. അപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗം എടുത്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. തോനെ ഇനി എരിവ് കൂടണ്ടാച്ചിട്ടേ, കുരുമുളക് കൂടുണ്ടല്ലോ നമ്മൾ. അങ്ങനെ ആ വറുത്ത് വെച്ച അതൊക്കെയും പൊടിച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി, കുറച്ച് ഇഞ്ചി അരിഞ്ഞു, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ഞാനൊരു പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചു കേട്ടോ. ഈ പാനിലത്തെ ബീഫിൻ്റെ ജലാംശയ്ക്ക് നന്നായി വറ്റി നന്നായി ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഓവർ ഡ്രൈ ആയി ബലം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബലം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറത്തെ ബീഫും ബലത്തിലിരിക്കും. അതുകൊണ്ട് നന്നായി വെള്ളം വറ്റിയിട്ട് ഇതേ പരിവായിട്ട് ആ ചട്ടി ഇറക്കി വെച്ചിട്ട് നമ്മൾ വേറെ നമ്മുടെ അച്ചാറുണ്ടാക്കുന്ന ചട്ടി എടുത്തിട്ട് അതിൽ നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. നല്ലെണ്ണ നമുക്ക് നമ്മുടെ ബീഫ് എത്രയാണ് അതിനനുസരിച്ചിട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും എള്ളെണ്ണ പറഞ്ഞാൽ നല്ലെണ്ണ, അതാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരു മൂടി കടുക് ഇട്ടു ഞാൻ കേട്ടോ. നമ്മുടെ
നൂട്ടലയുടെ കുഞ്ഞു കുഞ്ഞു കുപ്പികളുണ്ടല്ലോ, അതിൽ മൊത്തം ഞാൻ കടുകും ഉലുവയും അങ്ങനത്തെ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ ഒരു മുടിയിൽ ഒരു 3/4 മൂടി കടുകിട്ടു. ഇതിലേക്ക് ഉലുവ ഇടുന്നില്ല കേട്ടോ. ഉലുവ അത്യാവശ്യം ഉലുവ നമ്മൾ പൊടിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കഴിക്കും. പിന്നെ അത് നമ്മുടെ ബീഫിൻ്റെ അച്ചാറായതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തിരി തോനിട്ടുണ്ട്, കറിവേപ്പില ഇട്ടുണ്ട്, പച്ചമുളക് നമ്മൾ നുറുക്കി വെച്ചിട്ടില്ലേ നമ്മുടെ തട്ടുമുളക് എടുത്തത് അതും കൂടിയിട്ട് നന്നായി ഇളക്കി നല്ല ഗോൾഡൻ കളർ ആവണത് വരെ വറുത്തെടുക്കണം കേട്ടോ. എപ്പോഴും പറയണത് പോലെ തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ കേട്ടോ. നന്നായിട്ട് കളർ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ കുറച്ച് തീയിൽ നന്നായിട്ട് വേവിക്കണം. പിന്നെ മുളക് പൊടി, ഞാൻ മുളക് പൊടി 2 ടീസ്പൂൺ വലിയ ടീസ്പൂൺ അപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി എടുക്കണ്ട, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കടുക്, ഉലുവ, കുരുമുളക്, കായം, ഇത് 3 നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചെന്നില്ല വറുത്ത് വെച്ചത്, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ട് അത്യാവശ്യത്തിന്. അതിൽ അത്യാവശ്യം കുരുമുളകും അതിൻ്റെ എരിവുള്ളത് കൊണ്ട് തന്നെ ഇത് മുളക് പൊടി നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിടുക കേട്ടോ. ഈ കുരുമുളക് പൊടി മാത്രം മതി, മുളക് പൊടി ഇല്ലാണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും അച്ചാറിനൊരു മുളക് പൊടിയുടെ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിലല്ലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇടേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മുടെ കറിവേപ്പിലേക്കും ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മുളക് പൊടി ഉണ്ടല്ലോ 2 ടീസ്പൂൺ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോയത് അത് നന്നായി ഇളക്കി അപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളക്, ഉലുവ, കടുക്, കായം അതിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതും ഇതിലേക്ക് കടന്നൊന്ന് മൂക്കണം കേട്ടോ. അപ്പോൾ കരിയരുത്. അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊക്കെയും ചെയ്യുന്നത് കേട്ടോ. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് കൂടെ ഇനി കത്തിക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് ഇടുക, അതൊന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമ്മുടെ ഡ്രൈ ആയിരിക്കണം ബീഫ് കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. അത്യാവശ്യം ഡ്രൈ ആക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് അത്യാവശ്യം കഷ്ണങ്ങളും ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടുമുണ്ട് കേട്ടോ. കുറേ നേരം ഇളക്കിയിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാക്കുക, ഡ്രൈ ആക്കുക. അപ്പം ഞാൻ ആ ഡ്രൈ ആക്കണതിൻ്റെ വീഡിയോ എടുത്തില്ല. അതിൻ്റെ വീഡിയോ എടുത്താൽ എനിക്ക് തന്നെ ചെയ്ത് ബോറടിച്ചു. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം അത് കണ്ട് പ്രാന്താവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ മാത്രം എടുത്തിട്ടില്ല. അങ്ങനെ ഇത് നന്നായി ഇളക്കി മറിച്ച് സെറ്റാക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ പകുതി 3/4 ഭാഗം ഓക്കെ കേട്ടോ. ഈ നല്ലെണ്ണ എല്ലാവരുടെയും യോജിപ്പിക്കുക കേട്ടോ. നല്ലെണ്ണയിൽ നമ്മൾ എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ അച്ചാറിൻ്റെ ഐറ്റംസ്. അപ്പോൾ അത് നമ്മുടെ ബീഫിൻ്റെ എല്ലായിടത്തേക്കും എത്തിക്കണതിന് കുറച്ച് നേരം തന്നെ നല്ലെണ്ണ ഇളക്കിയിട്ട് ആ എണ്ണയുടെ നനവയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഡ്രൈ ആയിട്ട് ആ എണ്ണ ഇപ്പോൾ കാണുന്നില്ല. അത്യാവശ്യം നമ്മൾ ഒരു ബോട്ടിൽ ഒരു 1/2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ, നല്ലെണ്ണ. പിന്നെ ഒരു കളർ തീരെ കുറവായതുകൊണ്ട് ഞാൻ ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം മൊത്തം 4 ടീസ്പൂൺ മുളക് പൊടി അത്രയും ബീഫിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെയും പച്ചമുളകും കുരുമുളകും കേട്ടോ. അങ്ങനെ അത് ഇളക്കി അതിലത്തെ എണ്ണയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് സെറ്റായിട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് ഈ ടൈമിൽ ബീഫിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, നമ്മൾ വേവിച്ച ബീഫാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ ഇടുക. പിന്നെ നമ്മൾ സുർക്ക, വിനാഗിരി പറയില്ല, വിനാഗിരി എപ്പോഴും ഒഴിക്കുന്നത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഒരു 1 ലിറ്ററോളം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1 ലിറ്ററല്ല, ഒരു 3/4 ലിറ്റർ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അതായത് കേട് വരാതിരിക്കേണ്ട, വേറെ ഒന്നും നമ്മൾ അതിൽ ആഡ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പിന്നെ കുറച്ച് കുറവുള്ളത് കൊണ്ട് വീണ്ടും ഉപ്പിട്ടു. പിന്നെ നമ്മുടെ വിനാഗിരിയും അതിലേക്ക് ഒഴിച്ചു കേട്ടോ. വിനാഗിരി എപ്പോഴും അച്ചാറിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനും കുറേ കാലം കേട് വരാതിരിക്കാനൊക്കെ നല്ലതാണ്. നമ്മുടെ ഡ്രൈ ആയിരിക്കുന്ന ബീഫിലേക്ക് നന്നായിട്ട് നമ്മുടെ നല്ലെണ്ണയുടെയും വിനാഗിരിയുടെയൊക്കെയും ആ നനവയ്ക്കും പിടിച്ച് അത്യാവശ്യം ലൂസായിട്ട് ഇനി വരണം കേട്ടോ. അത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ട് മൂടി വെച്ചാൽ നാളെ അത് പാക്ക് ചെയ്തിട്ട് ചൂടൊക്കെ നന്നായി ആറിയ ശേഷം പാക്ക് ചെയ്താലും മതി കേട്ടോ. അതുകൊണ്ടല്ലേ അടിപൊളിയായിട്ട് ഇരിക്കണത്. അപ്പോൾ കുറച്ച് പിന്നിട്ട് ഞാൻ ഉപ്പ് ഇടണമെങ്കിൽ ഇപ്പോഴാണ് ഇട്ട് തന്നിട്ട് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കി ഉപ്പൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഉപ്പിടാൻ നിന്നില്ല. പിന്നെ വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിടണമെന്നൊക്കെ നോക്കി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ. ഈ അച്ചാറുണ്ടല്ലോ നമ്മുടെ കയ്യിൽ തൊടാൻ പാടില്ല കേട്ടോ. കയ്യിൽ തൊട്ടുണ്ടെങ്കിൽ അച്ചാറൊക്കെ വേഗം കേടുവരും. നമ്മൾ കൈ തൊടാണ്ട് വേണം അച്ചാർ എപ്പോഴും ഉണ്ടാക്കാൻ. അതുപോലെ അച്ചാറിന് ഉപയോഗിക്കുന്ന ആ കയ്യിലാണെങ്കിലും ശരി ഒരെണ്ണം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. മാറി മാറി കുറേ കയ്യിലുകളൊന്നും യൂസ് ചെയ്ത് നമ്മുടെ അച്ചാറിലിടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ ബോട്ടിലാണ് അച്ചാർ നിറയ്ക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി കഴുകിട്ടോ. ഈ ബോട്ടിലിൻ്റെ ഉള്ളും അതുപോലെ മൂടിയും ഒക്കെ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് ആ വിനാഗിരി കളഞ്ഞ് എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ ബീഫ് അച്ചാർ ഇട്ടാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഗൾഫിക്ക് കൊടുത്തയക്കുന്ന സമയത്താണെങ്കിലും ഈ ചില്ലിൻ്റെ കുപ്പിയിൽ നിന്ന് അങ്ങനെ കൊട്ടിയിട്ട് കൊടുത്തയക്കി കവറിലോ പാക്ക് ചെയ്തിട്ട് നന്നായി പാക്ക് ചെയ്ത് കൊടുത്തയക്കുക നല്ലത്. കാരണം അത് ഒരു കംപ്ലൈൻറ്റും വരില്ല. ചില്ലിൽ സൂക്ഷിക്കുക എപ്പോഴും അച്ചാറും നല്ലത്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നിറയ്ക്കുകയാണ് ഗൈസ്. ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വന്നു നന്നായിട്ട് സുറുക്കൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി കഴുകി. ഞാൻ വേറെ കയ്യിലൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ആഡ് ചെയ്യാൻ പേടിയാണ്, കംപ്ലൈൻറ്റ് വരുമോ പറഞ്ഞിട്ടേ. അപ്പോൾ ഈ കുപ്പി നന്നായിട്ട് ഫുള്ളാക്കി കേട്ടോ. നല്ല ചില്ലിൻ്റെ കുപ്പി അത് കേട്ടോ. പിന്നെ ഭരണിയിൽ ചിലവരേക്ക് അച്ചാറാക്കും. പക്ഷേ ഭരണിയിൽ എനിക്ക് അച്ചാറാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ അത്ര ഇങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ ന്യൂട്ടല്ലയുടെ കുപ്പികളുണ്ടല്ലോ, നമ്മുടെ റിയമോള് ന്യൂട്ടല്ല വാങ്ങിയിട്ടുള്ള കുപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ന്യൂട്ടലിൻ്റെ കുപ്പികളിലാണ് എപ്പോഴും അച്ചാറാക്കി വെക്കാറ്. പിന്നെ ഒരു കുപ്പിയിൽ നെയ്യ് ഒഴിച്ച് വയ്ക്കും കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് അങ്ങനെ ഒരു ന്യൂട്ടലിൻ്റെ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക ചെയ്യാറ്. പിന്നെ ഒരു കുപ്പിയിൽ കുഞ്ഞു കുപ്പികളില്ലേ 350 ഗ്രാമിൻ്റെയൊക്കെയും ന്യൂട്ടല വാങ്ങുന്ന കുപ്പികൾ, അതിൽ കടുക്, ഉലുവ, ഉഴുന്ന് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. ഉലുവ, കടുക്, പെരുംജീരകം, നല്ല ജീരകം, ഗരം മസാലപ്പൊടി അതൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആൾക്ക് ചോക്ലേറ്റ് ഒന്നും വലിയ പിടുത്തല്ല. ഡയറി മിൽക്ക് തിന്നും കേട്ടോ. ഡയറി മിൽക്ക് മറ്റേ ഒറിയോയുടെ ഡയറി മിൽക്കും അതേപോലെ വേറെ ബബ്ലി അതൊക്കെ തിന്നുള്ളൂ ഡയറി മിൽക്കിൽ. അപ്പോൾ അധികം മിഠായിയൊന്നും അങ്ങനെ എപ്പോഴും വാങ്ങി കഴിക്കാറൊന്നുമില്ല. വേറെ മിഠായികളൊന്നും നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ സ്നിക്കേഴ്സ് ഇഷ്ടമാണ്. അതേപോലെ തന്നെ വേറെ കഴിക്കുക ഫെറാറോഷർ ഉണ്ടല്ലോ, അതും മാത്രമേ കഴിക്കാറുള്ളൂ. ഫെറാറോഷർ പിന്നെ എന്നെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിപ്പിക്കും കേട്ടോ. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവൾ കൂടെ ഉണ്ടെങ്കിൽ മയ്ക്കത് വാങ്ങിക്കാട്ട് പറഞ്ഞിട്ട് അത് മേടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂട്ടലിൻ്റെ കുപ്പിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ കണ്ടോ അച്ചാർ. കറക്റ്റ് 3.5 കിലോ കേട്ടോ. 3 കിലോ 475 ഗ്രാം. 475 ഗ്രാം മിക്കവാറും കുപ്പിയുടെ വെയിറ്റ് ആവും കേട്ടോ. അപ്പോഴും നമ്മുടെ ബീഫ് അച്ചാർ ഒരു 3 കിലോ ഉണ്ടല്ലോ. അപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും ബീഫ് അച്ചാറിന് എന്താ വില. ഇതാണെങ്കിൽ ഇത്രയും ഫങ്ഷന് ബാക്കിയായ ബീഫാണ്. പിന്നെ ഈ ന്യൂട്ടലയുടെ കുപ്പികളൊക്കെ ഞാൻ എടുത്തുകൊണ്ടുവന്ന് അതൊക്കെ വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് കുലുക്കി അതിൻ്റെ ഉള്ളിലത്തെ മലയാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് മൊത്തം വൃത്തിയാക്കി കേട്ടോ. അതായത് കുറേ വിനാഗിരി ഒന്നും വേണ്ട, കുറേശ്ശെ വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ മൂടിയിട്ട് നന്നായി കുലുക്കുക. അതിന് ശേഷം അടുത്ത ബാലൻസ് അടുത്ത കുപ്പിയിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത കുപ്പിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ മൊത്തം ഒന്ന് അടുത്ത വിമുക്തമാക്കി എടുത്താൽ മതി കേട്ടോ. പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കുപ്പികളൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ വിനാഗിരി തന്നെ 2-3 തരം വിനാഗിരി ഉണ്ട് കേട്ടോ. ഈ വിനാഗിരി ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും നല്ല വിനാഗിരി എന്നാണ് പറയണത്. ഇതിന് 40 രൂപ റേറ്റ് വരുന്നുണ്ട്. മറ്റേ വിനാഗിരിക്ക് 30 രൂപ റേറ്റേ വരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ കുപ്പികളൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ എത്ര കുപ്പി വേണ്ടി വരുന്ന ഒരു ഐഡിയ ഒന്നും ഇല്ല. അപ്പം എന്നാലും ഞാൻ വെറുതെ 2-3 കുപ്പികൾ ഓൾറെഡി കാലിയാക്കി വെച്ചു. ഓരോ കിലോൻ്റെ 2 ന്യൂട്ടലയുടെ കുപ്പിയും പിന്നെ ഒരു 1/2 കിലോൻ്റെ ന്യൂട്ടലിൻ്റെ കുപ്പിയും റെഡിയാക്കി വെച്ചത് കേട്ടോ. എന്നിട്ട് അതൊക്കെയും അതിൻ്റെ സുർക്കൊക്കെയും കളഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കുലുക്കിയ സുർക്ക പിന്നെ അതിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെയും കളഞ്ഞു. അതൊക്കെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ആ കുപ്പികളുടെ തന്നെ അരികൊക്കെ വൃത്തിയാക്കുമ്പോഴൊക്കെ നമ്മുടെ വിനാഗിരിയിൽ മുക്കി തുടയ്ക്കാമല്ലോ വിചാരിച്ചിട്ടേ ടിഷ്യൂ പേപ്പറൊന്നും നനച്ചിട്ട് ഈ വിനാഗിരിയിൽ ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് മൊത്തം തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ചെയ്യണത് കേടുവരാതെ കുറേ നമ്മൾ ഒരാഴ്ചക്കൊക്കെ അച്ചാറുണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് അച്ചാറുണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ.
അങ്ങനെ നമ്മൾ 2 ന്യൂട്ടല കുപ്പി നിറയ്ക്കാൻ പോവുകയാണ് ഗൈസ്. കണ്ടോ, ഇരിക്കും തോറും അതിൻ്റെ എണ്ണയും അതൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ. നല്ല അടിപൊളി നല്ലെണ്ണ, 1/2 ലിറ്റർ നല്ലെണ്ണ അത്രയും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കുപ്പികളും നിറച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവന് ഗൾഫിലേക്ക് കൊടുത്തയക്കുന്ന സമയത്ത് ഇതൊക്കെ പാക്ക് ചെയ്യുള്ളൂ കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിങ് കവർ എടുത്തിട്ട് അതിൽ പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കുക നല്ലത്. അതല്ലെങ്കിൽ പിന്നെ വലിയ പൊട്ടാത്ത കുപ്പികളൊക്കെ തന്നെ പറ്റുള്ളൂ. നോക്കട്ടെ, അതിനിപ്പോൾ ആരെങ്കിലും ഇനി പോണ സമയത്തേ പറ്റുള്ളൂ. ഒരാൾ പോണ്ട് പറഞ്ഞിരുന്നു, ആ സമയത്ത് ആക്കി കൊടുത്തയക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതൊക്കെ പാക്ക് ചെയ്തു. ഇങ്ങനെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ പരത്താൻ വരുന്ന താത്താർക്കൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടോ, അവർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അതായത് ഇനി ഇരുന്ന് ടേസ്റ്റ് പിടിക്കും കേട്ടോ. അതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്, ഇന്ന് വേഗം പാക്ക് ചെയ്ത് ഞാൻ വീഡിയോ വേഗം എഡിറ്റ് ചെയ്തിട്ടു കേട്ടോ. പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ, കാണുന്നവരേക്കും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അച്ചാർ വീഡിയോ. അതായത് എത്ര കാലം വേണമെങ്കിലും കേടുവരയ്ക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ അച്ചാർ തുറന്നിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ ആവശ്യത്തിന് വേറൊരു കുപ്പിയിലേക്കൊക്കെ ചെറിയ കുപ്പിയിലാക്കിയിട്ട് അതെടുക്കുക. ഈ കുപ്പിയിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടി വരും കേട്ടോ. അല്ലാണ്ട് പുറത്ത് തന്നെ യൂസ് ചെയ്താൽ ചിലപ്പോൾ അതിലേക്ക് പൂപ്പലയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ തുറന്നിട്ട് അതിലേക്ക് തണുവ് കയറില്ല. ഇതിങ്ങനെ അടച്ച് നന്നായി ഫുള്ളായി എയർ ടൈറ്റ് ആക്കി വെക്കണം കേട്ടോ. നമ്മുടെ പച്ചമുളക് ബാലൻസ് വെച്ചത് അത്. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ കേട്ടോ. 1, 2, 3, 3.5 കുപ്പി കിട്ടി കേട്ടോ. വലിയൊരു കുപ്പിയിലും പിന്നെ ഓരോ കിലോൻ്റെ ഓരോ കുപ്പിയിലും പിന്നെ ഒരു ഒരു ന്യൂട്ടലയുടെ 350 ഗ്രാമിൻ്റെ കുപ്പിയിലും പിന്നെയും ബാലൻസ് ഉള്ളത് ഞാൻ തുടച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചത് അത് കേട്ടോ. അതാ പച്ചമുളക് നമ്മുടെ ബാക്കിയുള്ളത്. എന്നിട്ട് മൊത്തത്തിൽ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 6 കിലോനോളം 6 കിലോ 6 കിലോയിൽ കുപ്പിയുടെ വെയിറ്റ് ഓരോ 1-1.5 പോയാലും അപ്പോഴും 4 കിലോനോളം ഉണ്ടല്ലോ, 4-5 കിലോ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അച്ചാർ സൂക്ഷിക്കുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ എന്താ പറയുക, അവിടുത്തെ കബോർഡിലത്തെ ഇതിലാണ്. ഇതാ നമ്മൾ അന്ന് മാങ്ങച്ചാർ ഉണ്ടാക്കിയില്ല, മാങ്ങച്ചാർ കാണിച്ചു തരാം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഞാൻ 3 കുപ്പിയിലുണ്ടാക്കിയല്ല, ഇതിൻ്റെ ഒരു ചെറിയ കുപ്പിയിലില്ല, അത് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. മറ്റേ കുപ്പികളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക, കഴിഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോൾ അടുത്തല്ലേ ഉണ്ടാക്കിയത്. പിന്നെ ഇത് 2 ടാങ്കിൻ്റെ കുപ്പിയിലും അന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, മാങ്ങച്ചാർ. ഇത് ബീഫ് അച്ചാറാണ് കേട്ടോ, കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മുടെ ബീഫ് അച്ചാറും റെഡിയായി. അപ്പോൾ ഇതും ഇവിടെ ഇരുന്നോട്ടെ, എന്തൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം, നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടല്ലോ കേട്ടോ. കബോർഡിൽ കണ്ടില്ല അച്ചാറുകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, എന്ത് രസമാണ്. അപ്പോൾ അടിയിൽ ഞാൻ അങ്ങനെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ബിരിയാണിക്ക് ആവശ്യം റൈസും അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത്. ഇത് നമ്മുടെ പാലട പ്രഥമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിഷുവിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. വിഷുവിന് നമ്മുടെ പ്രിയയും അതേപോലെ രാജുക്കും ലീവ് ആയിരുന്നു. അവർക്ക് വിഷു ആയിരുന്നല്ലോ, അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റ് വരുന്നവരെ ഗുഡ് ബൈ.